അങ്ങനെ ഞങ്ങള് നിങ്ങളെ കൂടെ ഉണ്ടാവും. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അതെ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല, ഞങ്ങളും തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുമെന്നേ ഞങ്ങൾ പറയത്തുള്ളൂ എന്ന് ആര് പറഞ്ഞു? മുഹാജിരിങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം വീണ്ടും തങ്ങൾ ചോദിക്കുകയാണ്. മുഹാജിരിങ്ങളാ പറഞ്ഞത്. എന്നിട്ട് വീണ്ടും തങ്ങൾ എന്ത് ചെയ്യാണ്? തങ്ങൾ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് അൻസാരികളായ സഹാബത്തിന്റെ നേതാവ് ഉണ്ടാരാണ്? സഅദ് ഇബ്നു മുആദ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, തങ്ങൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളെയാണ് തങ്ങൾ സൂചന, ഞങ്ങളിലേക്കാണ് ഞങ്ങളുടെ സൂചന എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതെ നിങ്ങളോടാണ് സൂചന. കാരണം എന്താ? ഞാനും നിങ്ങൾ തമ്മിലൊരു കരാറുണ്ട്. എവിടെ വെച്ചാ? മദീന വെച്ചല്ല, അല്ല, കാബയുടെ അടുത്ത് വെച്ചല്ല. അത് നമ്മുടെ ജംറാത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഹജ്ജിന് വന്ന സമയത്ത് അതെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ അതിന് ഒരു വർഷമല്ല, ഹിജ്റയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുന്നെന്ന് പറയാൻ പറ്റും. ഹജ്ജിന്റെ സമയത്താണല്ലോ ആ കരാറ്. ആ സമയത്ത് ബസ്സിൽ വഴിയിൽ വെച്ച് കരാറുണ്ട്, തങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാമെന്ന്. അതാ പറഞ്ഞ. അന്നേരം നിബിധങ്ങൾ പറയുന്നു, ഞാനും നിങ്ങൾ തമ്മിലൊരു കരാറുണ്ട്, മസ്ജിദിൽ ബൈഅയിൽ വെച്ച് ചെയ്ത ആ കരാർ. ഈ കരാർ എവിടത്തേക്കുള്ളതാ? മദീനയുടെ ഉള്ളിലേക്കുള്ളതാ. ഇപ്പൊ നമ്മൾ എവിടത്തേക്കാ വന്നേക്കുന്നത്? മദീനയ്ക്ക് വെളിയിലേക്കാ വന്നേക്കുന്നത്. അന്നേരം ഈ കരാർ നിലനിൽക്കത്തില്ലല്ലോ. അതാ ഞാൻ ഈ ചോദിക്കുന്നത്. എന്ന് നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവരോട് പറയുകയും അവരവരുടെ കരാറിനെ പുതുക്കി പറയുകയും ചെയ്തു. അതായത് ലോകത്തിന്റെ എവിടെ തങ്ങൾ പോയാലും എന്താണ് ഈ കരാറ് എല്ലാ ഏരിയയിലേക്കുമുള്ള കരാറാണെന്ന് പറഞ്ഞവർ പറയുകയും തങ്ങൾക്ക് സന്തോഷമാവുകയും ചെയ്തു. ഇത് ബീർ ദഫ്രാൻ എന്ന് പറയുന്ന വാദി സഫ്ര, ബീർ ദഫ്രാൻ വാദി സഫ്ര എന്ന് പറയുന്ന ഏരിയ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടത്തേക്ക് എത്തും, ആ ഭാഗത്തേക്ക് എത്തും. ഇത് ഹംറ എന്ന് പറയുന്ന ഏരിയ ആണിത്. വാദി ഹംറ, വാദി സഫ്ര എന്ന് പറയപ്പെടുന്ന ഒരു ഏരിയ ആണിത്. ഈ ഏരിയയുടെ പേര് ഹംറ എന്നാണ്. രണ്ട് ചരിത്രം, ഒന്ന് ഈ സംഭവം ഉണ്ട്, രണ്ടാമത് യുദ്ധത്തിന് ശേഷം, യുദ്ധത്തിൽ ആദ്യമായി പരിക്കേറ്റ സഹാബി ആരാണ്? ബദറിൽ ആദ്യമായി പരിക്കേറ്റ സഹാബിയാണ് ഉബൈദ് ഇബ്നു ഹാരിസ. അതെ, 3 പേര് തമ്മിലുള്ള യുദ്ധം ചെയ്തോണ്ടല്ലോ. അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഉബൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്. ഈ 3 പേരുമായിട്ട് നടന്ന അതിൽ വലീദുമായിട്ട് ഉണ്ടായിരുന്ന യുദ്ധത്തിൽ ആരായിരുന്നു? വലീദുമായിട്ടുള്ളത് ഉബൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പരിക്ക് പറ്റി, പിന്നെ കാലിന്റെ വെയിൻ പൊട്ടിയതാണ്. അതില് രക്തം വാർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ബദറിൽ നിന്ന് വിടുമ്പോൾ നബിതങ്ങൾ മടക്ക യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഉബൈദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, എനിക്ക് ഷഹാദത്ത് കിട്ടിയിട്ടില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്താണ്? ഈ മുറിവ് കാരണമായിട്ടാണ് താങ്കൾക്ക് ഷഹാദത്ത് മരണം സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും താങ്കൾക്കും എന്ത് കിട്ടും? ഷഹാദത്ത് കിട്ടുമെന്ന് ആരോട് പറയുന്നുണ്ട്? ഉബൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? മരണപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈ ഏരിയയിൽ തന്നെ മറമാടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനം ഈ ഭാഗത്താണ് വരുന്നത്. ഇതിനുള്ളിലാണ് ഉബൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. ഇത് പൊതു ഖബർസ്ഥാനാണ്. ഈ ഏരിയയിൽ മരിക്കുന്നവരെയൊക്കെ അടക്കുന്ന ഇവിടെയാണ്. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. തങ്ങള് ബദറിലേക്ക് പോകുമ്പോൾ മഷൂറ ചെയ്ത സ്ഥലം ഇതെന്നാണ് ഒരു റിപ്പോർട്ട് പ്രകാരം. ഇതാണ് ബീർ ദഫ്രാൻ അറിയപ്പെടുന്ന ഈ കിണർ. ബീർ ദഫ്രാൻ പിൽക്കാലത്ത് കുഴിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഷഹാദത്ത് കിട്ടിയപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് സുജൂദിലേക്ക് വീണുവെന്നും ആ സുജൂദ് ചെയ്ത സ്ഥലത്താണ് ഈ കിണർ കുഴിക്കപ്പെട്ടതെന്നാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിണർ ബീർ ദഫ്രാൻ വെള്ളമുള്ള കിണറാണ്. നോക്കടാ ഇറക്കണം.
ഇറക്ക് മേത്ത് വെയിലട്ടിട്ടേ ആദ്യമായിട്ടാണ് വെയിലട്ടത്. എന്തൊക്കെയാ ദിക്റൊക്കെ ചൊല്ലുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി തങ്ങൾ ഇവിടുന്നാണ് സഹാബിയെ ബദറിലേക്ക് അയച്ചതെന്നും അതല്ല റൗഹയെന്നാണെന്ന് രണ്ട് അഭിപ്രായമുണ്ട്. കാര്യങ്ങൾ അന്വേഷിച്ച് വരാൻ വേണ്ടി, അവിടുത്തെ അവരുടെ അവസ്ഥകൾ എന്താണെന്നും അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി. ഓരോ വിഷയം നമ്മൾ പഠിക്കുമ്പോഴേ നബി തങ്ങൾ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ മാഷാ അല്ലാഹ് ഭയങ്കര എന്നുവെച്ചാൽ അതിന് കുറേ ഭയങ്കര അറേഞ്ച്മെന്റ് ആണ് തങ്ങൾ. അവരുടെ അവസ്ഥകൾ അറിഞ്ഞിട്ടാണ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നത് മുന്നോട്ടുള്ള നീക്കങ്ങൾ. അങ്ങനെ ഇവിടുന്ന് 16 ഇവിടുന്ന് പുറപ്പെട്ടു. 16 അവിടെ ബദറിൽ എത്തിച്ചേർന്നു. ബദറിൽ എത്തുമ്പോൾ അവസ്ഥ എന്താ? വെള്ളമുള്ള ഭാഗമെല്ലാം അവര് കൈയടക്കി കഴിഞ്ഞു. ആര്? മക്കാരെന്ത് ചെയ്തു? വെള്ളമുള്ള ഭാഗങ്ങളൊക്കെ അവർ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. സഹാബത്തിന് പിന്നെ വെള്ളമില്ലാത്ത ഭാഗത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവിടെ ബദറിലേക്ക് അവർ പ്രവേശിച്ച ഏരിയകളെ കുറിച്ച് പറയുന്നത് കസീബുൽ ഹന്നാൻ എന്നറിയപ്പെടുന്ന ഒരു മലയുടെ ഭാഗത്തൂടെയാണ്. എന്താണ് കസീബുൽ ഹന്നാൻ? ഇന്നും ഫുൾ മല. ആളുകൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ മലക്കിലിറങ്ങിയ മലയാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ സൗദി ചരിത്രകാരന്മാരായ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് കസീബുൽ ഹന്നാൻ എന്നാണ് ആ മലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വലത് സൈഡിൽ കാണുന്നൊരു മലയുണ്ട്. അതാണ് മലക്കിലിറങ്ങിയ മലയെന്ന് ആണ് എന്ത് ചെയ്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്നു. അവിടെ നിന്ന് താഴത്തേക്ക് തങ്ങളും സഹാബത്തും പോയി. അവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം ബദറിന്റെ എല്ലാ സാഹചര്യങ്ങളും ബദറിന്റെ അവസ്ഥകളെല്ലാം അറിയാനും മനസ്സിലാക്കാനും പറ്റും. ആ ഏരിയ പ്രത്യേകത. അങ്ങനെ ഒതുവത്ത് ദുനിയ എന്നറിയപ്പെടുന്ന പ്രദേശത്തിലെത്തുകയും സഹാബത്തെല്ലാം ഇരുന്ന് തൂങ്ങി ഉറങ്ങുക. അതായത് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അവർ തൂങ്ങി ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവരുടെ മേൽ നാം മഴയെ വർഷിപ്പിച്ചു. ആ മഴ വർഷിച്ചതോടുകൂടി എന്തായി? സഹാബത്തിന്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അഴുക്കുകളെല്ലാം അള്ളാഹു പോക്കിക്കളഞ്ഞു. എല്ലാം അള്ളാഹു എടുത്ത് കളഞ്ഞു. ഷെയ്ത്താൻ അഴുക്കളെല്ലാം അള്ളാഹു എന്ത് ചെയ്തു? പോക്കിക്കളഞ്ഞു. ആ മഴ വർഷിച്ചതോടുകൂടി സഹാബാക്കൾ ഉന്മേഷവാന്മാരായി മാറി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പന്തല കെട്ടിയിട്ട് ഞങ്ങൾ ദുആയിൽ കഴിഞ്ഞുകൂടി. ആ രാത്രി ആ ദുആയിൽ കഴിഞ്ഞുകൂടിയ സ്ഥലത്താണ് ഇന്ന് എന്തുള്ളത്? മസ്ജിദുൽ അരീഷ് എന്നറിയപ്പെടുന്ന, അറബിയിൽ അരീഷ് എന്ന പന്തലിന് അരീഷ് എന്നാണ് പറയുക. ആ പന്തൽ കെട്ടി ദുആ ചെയ്ത സ്ഥലത്താണ് ഇന്ന് മസ്ജിദുൽ അരീഷ് എന്നറിയപ്പെടുന്ന പള്ളിയുള്ളത്. അവിടുന്ന് തങ്ങളെ ദൂര വസ്ത്രം കസറാക്കി നിസ്കരിച്ചതും അവിടുന്നാണ്. തങ്ങൾ ദുആയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു? പടച്ചവനെ, ഈ ചെറുസംഘത്തെ നീ സഹായിച്ചില്ല എങ്കിൽ അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരാളും ഈ ഭൂമി ലോകത്ത് അവശേഷിക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. സംഭവ ചരിത്രത്തിൽ ഹദീസിൽ വരുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കിലുണ്ട്, ഉറങ്ങിപ്പോയി. തങ്ങളുടെ മേൽമുണ്ട് ഊർന്നു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വീണപ്പോഴാണ് അദ്ദേഹം ഉണരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണർന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി തങ്ങൾ ദുആ ചെയ്യുകയാണ്. തങ്ങളുടെ കക്ഷത്തിന്റെ വെളുപ്പ് കാണത്തക്ക നിലയിൽ നിങ്ങൾ ആകാശത്തിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്തു. അബൂജഹലും മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദുആ ചെയ്താണ് പുറപ്പെട്ടത്. കഅബയുടെ കില്ല് പിടിച്ച് ദുആ ചെയ്തില്ലേ? എന്ത് ദുആ ചെയ്തേ? ഹക്കിനെ വിജയിപ്പിക്കണമേ, ബാത്തിലിനെ പരാജയപ്പെടുത്തണമേ. നമ്മളെ വിജയിപ്പിക്കണം ദുആ ചെയ്തില്ല. എന്താ ദുആ ചെയ്ത? ഹക്കിനെ വിജയിപ്പിക്കണമേ, ബാത്തിലിനെ പരാജയപ്പെടുത്തണമേ. അതുപോലെ ഈ ദിവസത്തെ സംബന്ധിച്ച് പറയുന്നത് യൗമുൽ ഫുർഖാൻ എന്നാണ്. സത്യാസത്യത്തെ വേർതിരിച്ച ദിവസമാണ്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി എല്ലാവരും അണിനിരുന്നപ്പോൾ മക്കക്കാരെന്ത് ചെയ്തു? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്തു? മുൻനിരയിൽ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ കൊണ്ടു നിർത്തി? മുൻനിരയിൽ കൊണ്ടുവന്ന് നിർത്തി. അതെ. എന്തിനു വേണ്ടിയാണ്? നബി തങ്ങളുടെ കൊച്ചാപ്പയുണ്ട്, നബി തങ്ങളുടെ മരുമകനുണ്ട്. ഇവരെല്ലാം മുൻനിരയിൽ നിർത്തി സഹാബത്ത് ഇവരെ കാണുമ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിത്തീരാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കാൾ കുതന്ത്രമുള്ളവനാണ് അല്ലേ? അള്ളാഹു അവരുടെ കസറത്തിനെയും മറച്ചു. അള്ളാഹു അവരുടെ ആധിക്യത്തെയും അള്ളാഹു കുറച്ച് കാണിച്ചു കൊടുത്തു. ഈ ആളുകളെ അള്ളാഹു മറയിട്ട് കൊടുത്തവർ സഹാബത്തിന്. അതായത് സഹാബത്തിന് ഇവരെയൊന്നും കാണാത്ത രൂപത്തിലാക്കി കൊടുത്ത അള്ളാഹു അല്ലേ? യുദ്ധത്തിന്
ഈ പറഞ്ഞതുപോലെ ആദ്യ സന്ദർഭത്തിലുള്ള യുദ്ധത്തിൽ മൂന്ന് പേരെയും വധിച്ചു കളഞ്ഞു. തുടർന്നുള്ള യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് സഹായങ്ങൾ ഇറക്കി കൊടുത്തുകൊണ്ടേ സഹാബത്തിന്. അവര് ഹൃദയം കൊണ്ട് ഹിമ്മത്തോടുകൂടി അവർ തയ്യാറായപ്പോൾ അള്ളാഹുവിന്റെ സഹായത്തെ അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. അള്ളാഹു മലക്കുകളെ ഇറക്കി അവരെ സഹായിച്ചു. വലഖദ് നസറക്കും അല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല വത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ. അള്ളാഹു എന്ന് പറയുന്ന ബദറിൽ നിങ്ങളെ എന്ത് ചെയ്തു? സഹായിച്ചു. മലക്കുകളെ ഇറക്കി സഹായിച്ചു. 5000 മലക്കുകളെ ഇറക്കി എന്ത് ചെയ്തു? സഹാബത്തിന് സഹായിക്കുകയുണ്ടായി. അങ്ങനെ 70 ശത്രുക്കളെ കൊല ചെയ്യുകയും 70 ശത്രുക്കളെ തടവിൽ പിടിക്കപ്പെടുകയും ചെയ്തു. സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മൊത്തത്തിൽ 14 സഹാബത്ത് ഷഹീദാക്കപ്പെട്ടു. എത്ര സഹാബത്ത് ഷഹീദാക്കപ്പെട്ടത്? 14 സഹാബത്ത്. ആ 14 പേരിൽ 13 പേരുടെ കബറുകളാണ് ഇന്ന് ബദറിലുള്ളത്. ഒരാളുടെ കബർ നമ്മൾ സലാം പറഞ്ഞു. ബാക്കിയുള്ള ആളുകളുടെ കബറുകൾ എവിടെയാണ്? ബദറിൽ ഇതുപോലെ മഖ്ബറയാണ്, പൊതു ഖബർസ്ഥാനാണ്. ആ പൊതു ഖബർസ്ഥാനിലാണ് എന്ത് ചെയ്തേക്കുന്നത്? അതായത് അവരെ അടക്കിയെടുത്താണ് പിന്നെ അത് പൊതു ഖബർസ്ഥാനാക്കി മാറ്റിയേക്കുന്നത്. ബദറിലെ വെള്ളം നല്ല വെള്ളമാണെന്ന് പറയുന്നത്, ഭൂമിയിലെ വെള്ളമേ. അതാണ് ആ പണ്ട് മുതൽ ജനങ്ങൾ അവിടെ താമസിക്കുന്നത്. ഈ വെള്ളമുള്ള സ്ഥലത്തല്ലേ ആളുകൾ താമസിക്കത്തുള്ളൂ. തായിഫിൽ പോയിട്ട് ഒരു തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ബദറിലേക്ക് ചെന്ന് കയറുന്ന ഏരിയയിലാണ് ആര് തമ്പടിച്ചിരുന്നത്? മക്കക്കാര് തമ്പടിച്ചിരുന്നത്. ഈ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് അള്ളാഹ് പറയുന്നത് ഖുസ്വ എന്നറിയപ്പെടുന്ന പ്രദേശം ആ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് ഔട്ടിലൂടെ വന്നിട്ടാണ് ബദറിലേക്ക് കയറുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ചുറ്റിത്തിരിഞ്ഞ് വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? വന്നു. ഇപ്പൊ നമ്മൾ ഈ മലകൾ കാണുന്നില്ലേ, മൺമലകൾ, അതിന്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ബദറിലേക്ക് തങ്ങൾ പ്രവേശിച്ചതെന്നാണ്. അത് ഈ കസീബുൽ ഹന്നാൻ എന്ന് പറയപ്പെടുന്ന മല വരുന്നത്. ഈ മലയുടെ മറുവശമാണ് വരുന്നത് കസീബുൽ ഹന്നാൻ, ഇപ്പുറത്തെ മല. ഇവിടെ ഉള്ള ഈ ബദറിലുള്ള കുറെ ചരിത്രം അറിയുന്ന ആളുകളുണ്ടല്ലോ, അവര് നമുക്ക് വിശദീകരിച്ച് തരുന്നതല്ല ഈ മലയാണ് മലക്കൾ ഇറങ്ങിയ മലയെന്നാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരും കുറെ ആളുകൾ ഇപ്പം ഇത് വീഡിയോ എടുത്തിരുന്ന പറയുന്നേക്കാണ്ട് ഈ മലക്കൾ ഇറങ്ങിയ മലയെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഇടസിൽ വരുന്നത്. ഇവിടെ നോക്കിയാൽ എന്റെ ഭംഗി കാണൂല്ലേ? ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. നബിതങ്ങൾ ഈ രണ്ട് മലകൾക്കിടയിലൂടെയാണ് ബദറിലേക്ക് പ്രവേശിച്ചത്. ഈ രണ്ട് മലകൾ മണൽക്കൂനയാണിത്. പക്ഷെ മണലായിട്ടുള്ള മല മറ്റേത് പാറ. മുന്നോട്ട് വരട്ടെ. മല ഈ ഇട സൈഡിലും മൺമലയാണത്. എൻ്റെ അപ്പർ സൈഡ് അതാണ് മലക്കൾ ഇറങ്ങിയ മലയായിട്ട്. വലത് സൈഡില് മണ്ണിട്ട് അപ്പുറത്ത് കാണുന്നില്ലേ? അത് ബദറിലാണ്. അതിന് അങ്ങോട്ട് പോയി. ഇതിപ്പോ ഇവിടുന്ന് നമുക്കിത് താഴോട്ട് പോകണം. ഇവിടുന്ന് ജിബ്രീൽ ഇസ്ലാമിന്റെ കൽപ്പന വന്നതാണ് താഴത്തേക്ക് പോകാൻ. ഇത് യുഗശീക്കുമുന്നു ആ സമനത്തുമിൻ ആയത്തില്ലേ, ഈ ആയത്തിന്റെ ഇറക്കം ഇവിടുന്നാണെന്നാണ്. അതായത് തൂങ്ങി ഉറങ്ങുന്ന സന്ദർഭത്തെ കുറിച്ച് പറയുന്നത്. ഇവിടുന്ന് നോക്കിയാല് ആ താഴ്ഭാഗം കാണാം ഫുള്ള്. ഈ മലയുടെ മുകളിൽ നിന്ന് വീശിച്ചാല് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം. അത് അവിടെയാണ് ബദർ വരുന്നത്, ബദറിന്റെ. അതുപോലെ തന്നെ ആ മണ്ണ് കിടക്കുന്ന മല കണ്ടോ? അതാണ് ജബൽ ഖുസ്വ. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ? അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. പക്ഷെ എങ്കിലും ഇത് ആ ഏരിയകളെ വീക്ഷിക്കാൻ, അതാ നമ്മളെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധതന്ത്രം എന്ന് പറഞ്ഞാല് നമ്മളും ചിന്തിക്കുന്നതിനും ഒക്കെ ഒരുപാട് അപ്പുറത്താണ്.
ആ മല ഉദ്ദേശിച്ചത് ഇവര് യുദ്ധതലമുറക്ക് അല്ല തന്ത്രപരക്ക് വേണ്ടി കയറിയ മല മൊത്തം വീക്ഷിക്കാനും. കസീബുൽ ഹന്നാൻ എന്നാണ് ഈ മലയുടെ പേര്. വെള്ളം വരെ ഒഴുകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇത് കുറച്ച് സ്ഥലം ഉയർന്ന ഭാഗത്തേക്ക് മാറിയാണ് ചെയ്തത് മറമാടിയിരിക്കുന്നത്. മൊത്തം 14 സഹാബത്ത്, ആ 14 സഹാബത്തിന് പേരുകളിലൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് ആ ബോർഡ് അവിടെ ഇരിക്കുന്നത്. അതെ, ഇതിനുള്ളില് ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, സഹാബത്ത് അടക്കം ചെയ്തിരിക്കുന്നത്. അത് ഒരു ഇങ്ങനെ ചതുരത്തിൽ കെട്ടാണ്, 4 കെട്ട് പോലെ ഒരു കെട്ടിനകത്താണ് നമുക്ക് കാണാൻ.